ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അക്ഷയ് ടെക് വ്ലോഗ്സ്. നമ്മൾ നോക്കാൻ പോകുന്നത് റിയൽമിയുടെ C11 എന്ന് പറയുന്ന പുതിയൊരു സ്മാർട്ട് ഫോൺ കമ്പനി ഇന്ന് ഉച്ചയ്ക്ക് 1 മണിക്ക് ഇന്ത്യയിൽ ഒഫീഷ്യലി ലോഞ്ച് ചെയ്ത് കഴിഞ്ഞു. ഈ ഒരു സ്മാർട്ട് ഫോൺ എന്ന് പറയുന്നത് അഫോർഡബിൾ ആയിട്ടുള്ള ഒരു പ്രൈസ് റേഞ്ചിലാണ് കമ്പനി ലോഞ്ച് ചെയ്തിരിക്കുന്നത്. ഒരു എൻട്രി ലെവൽ കിങ് എന്നൊക്കെ നമുക്ക് വേണമെങ്കിൽ വിളിക്കാം. അത്രയ്ക്കും മികച്ചൊരു സ്പെസിഫിക്കേഷനും പ്രൈസ് റേഞ്ചിലുമാണ് ഈ ഒരു സ്മാർട്ട് ഫോൺ കമ്പനി ലോഞ്ച് ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ ഇതിൻ്റെ കൂടെ നമ്മൾ Realme 6i ലോഞ്ച് ചെയ്യുമെന്ന് പ്രതീക്ഷിച്ചിരുന്നു. പക്ഷേ അതിന് പകരമായിട്ട് Realme സർപ്രൈസിംഗ് ആയിട്ട് ഒരു പവർ ബാങ്കാണ് ലോഞ്ച് ചെയ്തിരിക്കുന്നത്. ഈ ഒരു പവർ ബാങ്കും അഫോർഡബിൾ ആയിട്ടുള്ള ഒരു മികച്ചൊരു പ്രൈസ് റേഞ്ചിലാണ് കമ്പനി ലോഞ്ച് ചെയ്തിരിക്കുന്നത്. അതാണ് ഈ ഒരു രണ്ട് പ്രോഡക്റ്റിൻ്റെയും ഹൈലൈറ്റ് എന്ന് പറയുന്നത്. ഇതിൻ്റെ രണ്ടിൻ്റെയും പ്രൈസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ബഡ്ജറ്റ് പ്രൈസാണ്. അപ്പോൾ ഈ രണ്ട് ഗാഡ്ജറ്റ്സിൻ്റെയും സ്പെക് ആൻഡ് ഫീച്ചേഴ്സ് നമുക്ക് വീഡിയോ കണ്ട് മനസ്സിലാക്കാം. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് ഇപ്പോൾ തന്നെ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ ഞെക്കുക. നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. ആദ്യം തന്നെ ഈ ഒരു റിയൽമിയുടെ C11 ഭാഗത്തേക്ക് നോക്കി കഴിഞ്ഞാൽ ഇതിൻ്റെ ഒരു ഡെഡിക്കേറ്റഡ് വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ട്. അത് കാണാത്തവർ അത് പോയി കാണുക. അപ്പോൾ ഇതിനെക്കുറിച്ചുള്ള കൂടുതൽ സ്പെക് ആൻഡ് ഫീച്ചേഴ്സ് നിങ്ങൾക്ക് മനസ്സിലാവുന്നതാണ്. ഒരു റിയൽമി C11 സ്പെക്കും ഫീച്ചേഴ്സൊക്കെ വെച്ചുകൊണ്ടുള്ള ഒരു ഷോർട്ട് വീഡിയോ ഞാൻ ഇവിടെ പ്ലേ ചെയ്യാം. അത് കാണുമ്പോൾ നിങ്ങൾക്ക് ഇതിൻ്റെ എല്ലാ സ്പെക് ആൻഡ് ഫീച്ചേഴ്സും മനസ്സിലാവുന്നതാണ്. ഓക്കെ, അപ്പോൾ ഇപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു സ്മാർട്ട് ഫോണിനെ കുറിച്ചുള്ള ഏകദേശം സ്പെക് ആൻഡ് ഫീച്ചേഴ്സ് മനസ്സിലായി കാണും. ഇത് കൂടാതെ ഇതിൻ്റെ എക്സ്ട്രാ ഫീച്ചേഴ്സൊക്കെ നിങ്ങൾക്ക് ഇപ്പോൾ സ്ക്രീനിൽ കാണാൻ സാധിക്കും. അതുപോലെ തന്നെ നമ്മൾ മറ്റേ വീഡിയോയിൽ പറയാത്തൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ റാം എന്ന് പറയുന്നത് LPDDR4Xൻ്റെ റാമാണ്. ഇത് ഗെയിമിംഗ് പെർഫോമൻസ് കുറച്ചുകൂടെ ഇമ്പ്രൂവ് ചെയ്യാൻ സാധിക്കുന്ന ഒരു തരത്തിലുള്ള ഒരു റാമാണ്. അതുപോലെ റിയൽമി അവകാശപ്പെടുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ ബാക്ക് സൈഡ് പ്ലാസ്റ്റിക് ആണെങ്കിൽ പോലും ഇതിൻ്റെ ഫിംഗർ കൊണ്ടിട്ടുള്ള ആ ഒരു അടയാളം ഉണ്ടല്ലോ, ആ ഒരു ഫിംഗറിൻ്റെ അടയാളം ഇതിൻ്റെ ബാക്ക് സൈഡിൽ വരത്തില്ലെന്നാണ് റിയൽമി പറയുന്നത്. അതുപോലെ തന്നെ ഫോൺ സ്പ്ലാഷ് റെസിസ്റ്റൻ്റ് ആണ്. അതൊക്കെ ഓവറോൾ നമ്മളെല്ലാ ഫോണിലും കണ്ടുവരുന്ന ഒരു ഫീച്ചറാണ്. വേരിയൻ്റ് ആൻഡ് പ്രൈസ് നോക്കിക്കഴിഞ്ഞാൽ ഒരു 2GB 32GB ആണ് ഇതിൻ്റെ ഒരു ഒറ്റ വേരിയൻ്റേ ഉള്ളൂ. ഇതിൻ്റെ പ്രൈസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 7499 രൂപയാണ്. ഇതിൻ്റെ ഫസ്റ്റ് സെയിൽ സ്റ്റാർട്ട് ചെയ്യുന്നത് 22 ജൂലൈ 12 PM ഫ്ലിപ്കാർട്ടിലൂടെയും അതുപോലെ തന്നെ realme.com ഈ ഒരു സ്മാർട്ട് ഫോൺ വാങ്ങാൻ സാധിക്കുന്നതാണ്. വളരെ അഗ്രസീവായിട്ടുള്ള ഒരു പ്രൈസാണ് ഈ ഒരു 7499 രൂപയെന്ന് പറയുന്നത്. ഈ ഒരു പ്രൈസിന് കൊടുക്കുന്ന പൈസയ്ക്ക് മുതലാവുന്ന തരത്തിലുള്ള ഒരു ഫോൺ തന്നെയാണ് റിയൽമി C11 എന്ന് നമുക്ക് പറയാൻ സാധിക്കും. ബഡ്ജറ്റ് റേഞ്ചിലെ ദി ബെസ്റ്റ് സ്മാർട്ട് ഫോൺ തന്നെയാണ് റിയൽമി C11. ഇനി ഈ ഒരു ഫോണിൻ്റെ കൂടെ ലോഞ്ച് ചെയ്ത പവർ ബാങ്കിനെ കുറിച്ച് നമുക്ക് നോക്കാം. പവർ ബാങ്ക് നോക്കുന്ന സമയത്ത് ഒരു 3D കർവ്ഡ് ഡിസൈനാണ്. 230 ഗ്രാമാണ് ഇതിൻ്റെ വെയിറ്റ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ 17 mm ആണ് ഇതിൻ്റെ തിക്നെസ്. അതുപോലെ തന്നെ കാർബൺ ഫൈബർ ടെക്സ്ചർ ഡിസൈനാണ് ഈ ഒരു പവർ ബാങ്കിന് യൂസ് ചെയ്തിരിക്കുന്നത്. 30 വാട്ടിൻ്റെ 2-way ഡാർട്ട് ചാർജ് സപ്പോർട്ട് ചെയ്യുന്ന ഒരു പവർ ബാങ്കാണ് ഇത്. 30 വാട്ടിൻ്റെ പവർ ബാങ്ക്, അതായത് വളരെ മികച്ചൊരു ചാർജിങ് സെറ്റപ്പ് ഈ ഒരു പവർ ബാങ്കിലൂടെ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. അതുപോലെ തന്നെ പോർട്ടിൻ്റെ ഭാഗത്ത് നോക്കിക്കഴിഞ്ഞാൽ USB-A പോർട്ട് ലഭിക്കുന്നുണ്ട്. 30 വാട്ടിൻ്റെ ഔട്ട്പുട്ട് നമുക്ക് അതിൽ നിന്ന് ലഭിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഒരു ഇൻഡിക്കേറ്റർ ലൈറ്റും Type-C നമുക്ക് ലഭിക്കുന്നുണ്ട്. അതും 30 വാട്ടിൻ്റെ ഇൻപുട്ടും ഔട്ട്പുട്ടും നമുക്ക് ആ ഒരു പോർട്ട് ഉപയോഗിച്ച് ലഭിക്കുന്നുണ്ട്. അത് കഴിഞ്ഞ് ഒരു പവർ ബട്ടണും ലഭിക്കുന്നുണ്ട്. ഇതിൻ്റെ ചാർജിങ്ങിൻ്റെ ഡീറ്റെയിൽസ് അങ്ങനെ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും. അത് കഴിഞ്ഞ് ഇതിൻ്റെ ഒരു ഹൈലൈറ്റ് ആയിട്ടുള്ള ഒരു ഫ്യൂച്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു പവർ ബാങ്കിൽ ഒരു ഓപ്ഷൻ നമുക്ക് ഇനേബിൾ ചെയ്യാൻ പറ്റും. അതായത് ഈ ഒരു 30 വാട്ടിൻ്റെ ചാർജർ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് എയർപോഡും ബ്ലൂടൂത്തിൻ്റെ ഹെഡ്സെറ്റൊന്നും ചാർജ് ചെയ്യാൻ സാധിക്കില്ല. അതിനായിട്ട് പവർ ബാങ്കിൻ്റെ പവർ ബട്ടണിൽ ഒരു ഡബിൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു പവർ ബാങ്കിൽ ലോ കറണ്ട് ചാർജിങ് മോഡിലേക്ക് മാറുകയും ഈ ഒരു മോഡ് ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾക്ക് റിയൽമിയുടെ എയർപോഡും മറ്റ് ബ്ലൂടൂത്ത് ഹെഡ്സെറ്റും കാര്യങ്ങളൊക്കെ ചാർജ് ചെയ്യാൻ സാധിക്കും. അത് നമുക്ക് ഇതുവരെ ഒരു പവർ ബാങ്കിൽ നമുക്ക് കാണാത്തൊരു ഫീച്ചറാണ് റിയൽമി കൊണ്ടുവന്നിരിക്കുന്നത്. അത് കഴിഞ്ഞ് ഇതിൻ്റെ ബാറ്ററിയുടെ ഭാഗത്ത് നോക്കിക്കഴിഞ്ഞാൽ 10000 mAhൻ്റെ ബാറ്ററിയാണ്. ഹൈ ഡെൻസിറ്റി ലിഥിയം പോളിമർ ബാറ്ററിയാണ് നമുക്ക് ലഭിക്കുന്നത്. ഇതൊക്കെയാണ് ഇതിൻ്റെ ഓവറോൾ ഫ്യൂച്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. പിന്നെ ഇതിൻ്റെ ഒരു ഹൈലൈറ്റ് ആയിട്ടുള്ള ഫ്യൂച്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ Type-C പോർട്ട് ഉള്ളത് കൊണ്ട് തന്നെ ലേറ്റസ്റ്റ് ആയിട്ട് ഇറങ്ങിയ മാക്ബുക്ക് നമുക്ക് ഈ ഒരു പവർ ബാങ്ക് യൂസ് ചെയ്തുകൊണ്ട് ചാർജ് ചെയ്യാൻ സാധിക്കും. അതായത്
ലാപ്ടോപ്പ് ഈ ഒരു പവർ ബാങ്ക് ഉപയോഗിച്ചുകൊണ്ട് ചാർജ് ചെയ്യാൻ സാധിക്കും. അത് മികച്ചൊരു ഫ്യൂച്ചർ തന്നെയാണ് ഈ ഒരു ഫ്യൂച്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. മൾട്ടിപ്പിൾ ഫാസ്റ്റ് ചാർജിങ് സൊല്യൂഷൻ എന്നാണ് റിയൽമി ഇതിനെ പറയുന്നത്. ഇതൊക്കെയാണ് ഇതിൻ്റെ ഏറ്റവും മികച്ച സ്പെക്ക് ആൻഡ് ഫ്യൂച്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അത് കഴിഞ്ഞ് 50 ലെയർ ചാർജിങ് പ്രൊട്ടക്ഷൻ ഈ ഒരു പവർ ബാങ്കിൻ്റെ മറ്റൊരു ഫീച്ചറാണ്. അതിൻ്റെ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഇപ്പോൾ ഇവിടെ സ്ക്രീനിൽ കാണാൻ സാധിക്കും. അത് കഴിഞ്ഞ് ഇനി എല്ലാവരും എക്സ്പെക്റ്റ് ചെയ്യുന്നത് ഇതിൻ്റെ ഒരു പ്രൈസാണ്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു ഫോണുമാണ് റിയൽമി ലോഞ്ച് ചെയ്തിരിക്കുന്നത്. ഇതിൻ്റെ ഓവറോൾ ഫീച്ചേഴ്സ് നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും. 30 വാട്ടിൻ്റെ 2-വേ ഡാറ്റ ചാർജ്, അതുപോലെ തന്നെ 10,000 mAh ബാറ്ററി, അതുപോലെ തന്നെ ഡുവൽ ഔട്ട്പുട്ട് പോർട്ട്, USB A ടൈപ്പ്, USB C ടൈപ്പ്, അതുപോലെ തന്നെ 50 ലെയറിൻ്റെ ചാർജിങ് പ്രൊട്ടക്ഷൻ. ഇതിൻ്റെ പ്രൈസ് വരുന്നത് വെറും 1999 രൂപയാണ് ഈ ഒരു പവർ ബാങ്കിൻ്റെ പ്രൈസ് എന്ന് പറഞ്ഞത്. വളരെ അഗ്രസീവായിട്ടുള്ള ഒരു ഡിസൈനിലാണ് ഈ ഒരു പവർ ബാങ്കിനെ റിയൽമി ലോഞ്ച് ചെയ്തിരിക്കുന്നത്. ഈ ഒരു പവർ ബാങ്കും 21-ാം തീയതിയാണ് ഫസ്റ്റ് സെയിൽ നടക്കുന്നത്. ഫ്ലിപ്കാർട്ടിലൂടെയും റിയൽമിൻ്റെ വെബ്സൈറ്റിലൂടെയും നമുക്ക് വാങ്ങാൻ സാധിക്കും. അപ്പോൾ ഇന്ന് റിയൽമി ലോഞ്ച് ചെയ്ത ഈ 2 ഗാഡ്ജറ്റ്സാണ് റിയൽമി C11 അതുപോലെ തന്നെ റിയൽമിയുടെ 30 വാട്ട് ഡാർക്ക് ചാർജ്. ഈ 2 പ്രോഡക്റ്റും ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള വളരെ അഫോർഡബിൾ ആയിട്ടുള്ള പ്രൈസിലാണ് റിയൽമി ലോഞ്ച് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇത്രയൊക്കെയാണ് ഇന്നത്തെ ഈ ഒരു വീഡിയോ എന്ന് പറയുന്നത്. റിയൽമി C11 കുറിച്ചുള്ള ഡീറ്റെയിൽഡ് ആയിട്ടുള്ള സ്പെക്ക് ആൻഡ് ഫീച്ചേഴ്സ് നമ്മൾ നേരത്തെ ഒരു വീഡിയോയിൽ ചെയ്തിരുന്നു. ആ വീഡിയോ കാണാത്തവരാണെങ്കിൽ ഉറപ്പായിട്ടും പോയി കാണുക. അതിൻ്റെ ഒരു ലിങ്ക് ഞാൻ എൻഡ് സ്ക്രീനിൽ പിൻ ചെയ്തേക്കാം. നിങ്ങൾ ഉറപ്പായിട്ടും പോയി ഒന്ന് കാണുക. അപ്പോൾ ഈ ഒരു സ്മാർട്ട് ഫോണിനെ കുറിച്ച് കൂടുതൽ സ്പെക്ക് ആൻഡ് ഫീച്ചേഴ്സ് മനസ്സിലാവുന്നതാണ്. അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്തേക്കുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൊക്കെ ഞെക്കുക. മറ്റൊരു കിടിലൻ വീഡിയോ ആയിട്ട് നാളെ കാണാം. ഗുഡ് ബൈ ഗൈസ്.